പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൽ ഇറാൻ പങ്കെടുക്കുന്ന കാര്യം സംശയത്തിലായിരിക്കുകയാണ്. അമേരിക്ക ആതിഥേയ രാജ്യമായതിനാൽ അവിടേക്ക് പോയി ഇറാൻ ലോകകപ്പ് കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പു വന്നിട്ടില്ല. മാത്രമല്ല, ഇറാൻ താരങ്ങൾക്ക് കളിക്കാനുള്ള അനുമതി ലഭിക്കാനും സാധ്യത കുറവാണ്. ഇറാൻ പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് യാത്രാവിലക്കുണ്ടെങ്കിലും കായിക താരങ്ങൾക്ക് ഇളവുകളുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിലാണ് ഇറാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. ബെൽജിയം, ഈജിപ്ത്, ന്യൂസിലൻഡ് ടീമുകളാണ് ഈ ഗ്രൂപ്പിലെ മറ്റുള്ള അംഗങ്ങൾ. ഇറാന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ നടക്കുന്നത് അമേരിക്കയിലാണ്. ലോകകപ്പിൽ കളിക്കുന്ന കാര്യം ഉറപ്പില്ലെന്നാണ് ഇറാൻ ഫുട്ബോൾ അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതിനിടെ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിന് മുമ്പ് ദേശീയഗാനം ആലപിക്കാൻ ഇറാൻ വനിതാ താരങ്ങൾ തയ്യാറായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. ഏഷ്യൻ കപ്പ് മത്സരത്തിൽ ദക്ഷിണ കൊറിയക്കെതിരായ മത്സരത്തിന് മുൻപാണ് സംഭവമുണ്ടായത്. വനിതാ താരങ്ങളും പരിശീലകരും ദേശീയഗാനം ആലപിക്കുന്ന സമയത്ത് മൗനം പാലിക്കുകയായിരുന്നു. ഇറാൻ പരിശീലകൻ അമേരിക്കയുടെ ആക്രമണത്തെ സംബന്ധിച്ചോ പരമോന്നത നേതാവ് ഖമനേയിയുടെ മരണത്തെക്കുറിച്ചോ പ്രതികരിക്കാനും തയ്യാറായില്ല. ഇറാൻ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് യാത്രാ വിലക്കുകളുണ്ട്. അതിനാൽ തന്നെ ഇറാൻ പൗരന്മാർക്ക് അമേരിക്കയിൽ വെച്ച് ലോകകപ്പ് മത്സരങ്ങൾ കാണാനും സാധിച്ചേക്കില്ല. കഴിഞ്ഞ വർഷം ജൂണിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിലക്കുകൾ ഏർപ്പെടുത്തിയത്. ഇറാനെ കൂടാതെ അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്ത്തി, ലിബിയ, സോമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയത്. അതിനു പുറമെ ക്യൂബ ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗിക വിലക്കും ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. അമേരിക്കയുടെ ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് നിരോധനമെന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന വിശദീകരണം. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ 16 വേദികളിലായാണ് ഇത്തവണ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. അമേരിക്കയിൽ ന്യൂയോർക്ക്, ഡാലസ്, ഹൂസ്റ്റൺ, അറ്റ്ലാന്റ, ലോസ് ആഞ്ചലസ്, ഫിലാഡൽഫിയ, മയാമി എന്നിങ്ങനെ 11 സ്റ്റേഡിയങ്ങളിൽ ലോകകപ്പ് മത്സരങ്ങൾ നടക്കും. കാനഡയിൽ 2ഉം മെക്സിക്കോയിൽ 3ഉം വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 48 ടീമുകൾ അണിനിരക്കുന്ന ലോകകപ്പിന് 42 ടീമുകൾ ഇപ്പോൾ യോഗ്യത നേടിക്കഴിഞ്ഞു. ബാക്കി 6 ടീമുകൾ പ്ലേ ഓഫിലൂടെ യോഗ്യത നേടും. അതിൽ യൂറോപ്പിൽ നിന്നാണ് 4 ടീമുകൾ. 4 ഗ്രൂപ്പുകളിലായി 16 ടീമുകളാണ് മത്സരിക്കുന്നത്. ഇന്റർകോണ്ടിനെന്റൽ പ്ലേ ഓഫിലൂടെ 2 ടീമുകൾക്കാണ് യോഗ്യത. മാർച്ച് 26-നും 30-നുമാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് ലോകകപ്പ് ഫുട്ബോൾ. വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് രാജ്യങ്ങൾ അതിൽ മത്സരിക്കാൻ എത്തുന്നത്. അങ്ങനെ ഇറാൻ പൊരുതി നേടിയതാണ് ലോകകപ്പിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. എന്നാൽ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം ഇറാൻ ലോകകപ്പിൽ കളിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഇറാൻ ഇനി പിന്മാറുകയാണെങ്കിൽ പകരം കളിക്കാൻ സാധ്യതയുള്ളത് ഇറാഖിനും UAE-ക്കുമാണ്. ഈ വിഷയത്തിൽ ഫിഫയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ആക്രമണം നടത്തിയതോടെ പ്രത്യാക്രമണവും കടുപ്പിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. ആക്രമണം ആരംഭിച്ചിട്ട് 4 ദിവസമായിട്ടും സംഘർഷങ്ങൾക്കൊന്നും അയവ് വന്നിട്ടില്ല. ഇറാനെതിരായ യുദ്ധത്തിൽ കഠിനമായ കാര്യങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഞങ്ങൾ അവരെ തകർക്കുകയാണ് എന്നും മികച്ച രീതിയിലാണ് മുന്നേറുന്നത് എന്നും ട്രംപ് CNN നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. എല്ലാം വളരെ നന്നായി പോകുന്നു, അത് വളരെ ശക്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം നമുക്കുണ്ട്, ഞങ്ങൾ അത് ഉപയോഗിക്കുന്നു. ഈ യുദ്ധം അധികനാൾ നീണ്ടു നിൽക്കില്ല എന്നും ട്രംപ് പറഞ്ഞു.